ഗുഡ് മോർണിംഗ്. ഇതേതവൻ? ഇതാരവൻ? മാറിയിക്കടാ. ഈ തോട്ടിക്ക് എന്നെ പൊക്കാലേ. ഇനി വല്ല അസുഖമായിരിക്കും. നമുക്ക് ഇവന് വേണ്ടി പ്രാർത്ഥിക്കാം. അല്ല പിന്നെ ഞാനും ജോർജും ജെയിനും കൂടി കോഴിക്കോട് വന്ന കേട്ടോ. ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. മീറ്റിംഗ് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് കോഴിക്കോട് എക്സ്പ്ലോർ ചെയ്യാൻ തോന്നി. ഏറ്റവും ബെസ്റ്റ് എന്താണെന്ന് വെച്ചപ്പോൾ ആദ്യം കോഴിക്കോടൻ ഹൽവ, പിന്നെ പറഞ്ഞത് കോഴിക്കോടൻ ബിരിയാണി. കോഴിക്കോടൻ ബിരിയാണി ഞങ്ങൾ എപ്പോഴും കഴിക്കണം. എന്നാൽ ഷവായി കഴിക്കാമെന്ന് വിചാരിച്ചു. കോഴിക്കോട് ഷവായൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കോഴിക്കോട് ഒന്ന് കറങ്ങാൻ തോന്നി. അങ്ങനെ ഞങ്ങൾ ബീച്ചിലൊക്കെ പോയി 2 റൗണ്ടൊക്കെ അടിച്ച്. അപ്പോഴാണ് ഞങ്ങൾക്ക് ഹലുവ കട കണ്ടുപിടിക്കണം തോന്നി. അങ്ങനെ ഞങ്ങൾ ഏറ്റവും ബെസ്റ്റ് ഹലുവ തടത്തപ്പോൾ ലാസ്റ്റ് ഫൈനലി ഒരു കട കണ്ടുപിടിച്ചു. ഹലുവ വാല ഒരിക്കലും പ്രമോഷൻ അല്ല കേട്ടോ. അവിടുത്തെ ഒരു ഇക്കയുടെ സർവീസ് കാരണമാണ് ഞങ്ങൾ അവിടെ കയറിയത്. നല്ല ടേസ്റ്റ്, നല്ല സർവീസ്. ഞങ്ങൾ കയറി ചെന്നതും ഞങ്ങൾക്ക് കഴിക്കാൻ സാമ്പിൾസ് തന്നു. പലതരം വെറൈറ്റി ഹലുവകളുണ്ടായിരുന്നു. അതെല്ലാം ഞങ്ങൾ കഴിച്ചു നോക്കി. അതിനെപ്പറ്റി അവർ ക്ലാസ് കൊടുത്തു തന്ന് ഭയങ്കര രസമായിരുന്നു. പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല. 5-6 തരം വെറൈറ്റി ഹലുവകളൊക്കെ മേടിച്ച് ഞങ്ങൾ അങ്കമാലിക്ക് അങ്ങ് പോകുന്നു. അങ്ങ് പറപ്പിച്ച് വിട് പാപ്പ എന്ന് പറയാണ് ചെയിൻ ഫ്രണ്ടിലിരിക്കുന്നത്. കർത്താവേ ഞങ്ങളെ അങ്ങ് കാത്തോളണേ എന്ന് പറഞ്ഞു ഞാനും. എൻ്റെ ദൈവമേ.